ഹലോ എവ്രി വൺ. സോ ഗുഡ് മോർണിംഗ്. ആൻഡ് ഇന്ന് നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൽ ഓണം സെലിബ്രേഷൻ നടക്കുകയാണ്. സോ അതിനായിട്ട് ഞാൻ രാവിലെ എണീറ്റ് റെഡിയാവാൻ പോവാണ്. ഇന്നലെ രാത്രി ഒന്നും ആക്ച്വലി നമ്മൾ പ്രാക്ടീസൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ഉറക്കമൊന്നും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഐ ഹോപ്പ് എനിക്ക് അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫുൾ മേക്കപ്പ് വീഡിയോ ഒന്നും എടുക്കില്ല, ബിക്കോസ് ഇന്ന് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര ലോങ് വീഡിയോ ആവും. സോ ഞാൻ ഇടയ്ക്ക് ഗ്ലിംസസ് ഒക്കെ കാണിക്കാം ഇഫ് പോസിബിൾ. അതർവൈസ് ഞാൻ ചുമ്മാ ഒരു ട്രാൻസിഷൻ പോലെ കാണിക്കാം. സോ നമുക്ക് റെഡി ആയിട്ട് കാണാം. റെഡി ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞെങ്കിലും റെഡി ആയിട്ട് കാണിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല ഗൈസ്, സോറി അബൌട്ട് ഇറ്റ്. സോ നമ്മളിതേ നേരെ വീഡിയോയിലേക്ക് വരികയാണ്. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഓണപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. സോ ഇന്ന് മൊത്തം നമുക്ക് പരിപാടിയാണ്, രാവിലെ മുതൽ ഡിന്നർ വരെ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം നമുക്ക് ഇന്നൊരു ഫുൾ ദിവസം ഉണ്ട് ഓണപരിപാടി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വർഷമായിരിക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ ബിൽഡിങ്ങിൽ എല്ലാവരും ഓക്കുപ്പൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ വർഷം അങ്ങനെ ഒഫീഷ്യൽ വെൽക്കമിങ് എല്ലാം കഴിഞ്ഞ് ലൈറ്റിംഗ് ദ ലാമ്പാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നമ്മളിതേ മാവേലീനെ വരവേൽക്കുകയാണ്. അപ്പോൾ മാവേലി ഇതേ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും മാവേലീനെ ആനയിച്ചുകൊണ്ട് നമ്മുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ മാവേലിയായിട്ട് വന്നത് നമ്മുടെ സ്വന്തം കൃഷ്ണങ്കിളാണ്. അങ്ങനെ മാവേലി വന്ന് നമ്മളെല്ലാവരും അനുഗ്രഹിച്ചു നമ്മുടെ പരിപാടികളൊക്കെ കാണാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മുടെ തിരുവാതിര കളിയാണ് ആദ്യം തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും ലേഡീസ് എല്ലാവരും കൂടെ തിരുവാതിര കളിക്കുകയാണ്. ഇനി കുറച്ച് തിരുവാതിരയുടെ കുറച്ച് ബിറ്റ്സ് നമുക്ക് കാണാം.
അങ്ങനെ തിരുവാതിര എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ സ്പോർട്സ് ഇവൻറ്റുകളാണ്. കസേരകളി, അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള കസേരകളി, പിന്നെ അപ്പം കടി, വടംവലി, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തേനും അവിടെ ഒരു ന്യൂ ബേബി ഉണ്ടായിരുന്നു, 6 months ഓൾഡ് ഒരു ബേബി. അപ്പോൾ അവളായിട്ടൊക്കെ തേനും ഒന്ന് കളിക്കുന്നതൊക്കെ ആട്ടോ. തേനു ഭയങ്കരമായിട്ട് മിങ്കിളാവുന്ന കുട്ടിയാട്ടോ. അവൾ എല്ലാവരുമായിട്ട് പെട്ടെന്ന് പോവും. അപ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ള മറ്റേ ഡാൻസിനൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ പോകാൻ നോക്കുകയാണ് അവൾ. ഇടയ്ക്കിടയ്ക്ക് മമ്മ മമ്മ എന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരുമെങ്കിലും ഷീ ഈസ് വെരി ഫ്രണ്ട്ലി. അപ്പോൾ അവിടെ അങ്ങനെ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് സെൽഫീസൊക്കെ എടുക്കാൻ നോക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ വടംവലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇപ്പോൾ ആണുങ്ങളുടെ വടംവലി കോമ്പറ്റീഷനാണ്. ഡോണിൻ്റെ സൈഡിൽ കുറച്ച് സീനിയർ സിറ്റിസൺസ് ആയിരുന്നു കൂടുതലും. പാവം അങ്ങനെ വടംവലി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഡോൺ പ്രൊഫഷണലായിട്ടൊക്കെ വടംവലി വലിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷേ അതൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ എന്താ പറയുക, ട്രൂലി സ്പീക്കിംഗ് അവിടെ ഡോണിൻ്റെ സൈഡിൽ കുറച്ച് സീനിയർ സിറ്റിസൺസും ആൾക്കാരും ഒക്കെ കുറവായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഫീൽ ചെയ്തതാണ്. അപ്പുറത്തെ സൈഡ് കുറച്ചും കൂടെ കടാകടിയന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ നാച്ചുറലി അവർക്ക് കിട്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് മെയിൻ കോമ്പറ്റീഷൻ. ഇതാണ് നമ്മുടെ ലേഡീസ് ഗ്രൂപ്പ്, എല്ലാവരും ഉണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ ലേഡീസിൻ്റെ വടംവലി ഉണ്ടായിരുന്നു, ലേഡീസ് ജെൻസ് വേഴ്സസ് വടംവലി. അതിൽ നമ്മൾ ജയിച്ചു. എൻ്റെ ഷോർട്സ് വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അങ്ങനെ സദ്യ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ പരിപാടികൾക്ക് ഈവനിങ് കൾച്ചറൽ ആക്ടിവിറ്റീസിനായിട്ട് പോവുകയാണ്. Kenny, let's go. Bah. Pua, say hi. Hi. Oh, hi. Mama. Sammy, hello. Bah. അപ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ ആടി വന്നപ്പോഴത്തേക്കും പരിപാടിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഓൾറെഡി 1-2 പ്രോഗ്രാംസ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് തേനൂടെ ഒക്കെ ഫാഷൻ ഷോ ആണ്. അപ്പോൾ പെട്ടെന്നായിരുന്നു ഫാഷൻ ഷോ അനൗൺസ് ചെയ്തത്. ഇപ്പോൾ ഈ വരുന്ന കുട്ടിയൊക്കെ വാമനനായിട്ട് ഡ്രസ്സപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ അവളെ ഒരു യൂഷ്വൽ സാധാ കോസ്റ്റ്യൂം ഇട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റാണ് ഫാഷൻ ഷോ എന്ന് പറഞ്ഞ് ഓടി തിരിച്ചു കൊണ്ടുപോയി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും കൊണ്ടുവന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവരുടെ ഫാഷൻ ഷോ ഒക്കെ നടന്നു. സോ അവൾ തേന് വിട്ടിരുന്നത് മമ്മി സ്റ്റിച്ച് ചെയ്ത് തന്നെ ഒരു ഡ്രസ്സാണ്, നമുക്ക് ഉണ്ടായിരുന്ന തന്നെ ഒരു ഡ്രസ്സാണ് നമ്മളിട്ട്, ഒരു സാരി പോലത്തെ ഒരു കോസ്റ്റ്യൂം. സോ ഫാഷൻ ഷോ എല്ലാം ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. ഇങ്ങനെ പിള്ളേരുടെ ഡാൻസും പിന്നെ ബോയ്സിൻ്റെ ഡാൻസും പിന്നെ വലിയവരുടെ ഡാൻസും സ്കിറ്റും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒന്നും സൗണ്ട് കൊടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കാത്തത്. അതിനെന്താണൊരു മാർഗം എന്നുള്ള കാര്യം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഓർ ആക്ച്വലി സ്പീക്കിംഗ് ഞാനുള്ളൊരു എഫേർട്ട് ഇട്ടിട്ടില്ല കേട്ടോ. അതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ വീഡിയോൻ്റെ ഇടയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുറച്ച് അത് കഴിഞ്ഞ് നമ്മുടെ വലിയവരുടെ ഗ്രോണപ്സിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഡാൻസ് ചെയ്യുന്നത്. ഡാൻസ് അല്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു എന്താ പറയുക, ഒരു ഇവൻറ്റിന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യുന്നത്. അപ്പം ഐ വാസ് ലിറ്റിൽ കൺഫ്യൂസ്ഡ്, അല്ലെങ്കിൽ ഒരു ഇത്തിരി ഡിലമയിലായിരുന്നു. എൻ്റെ ബോഡി പണ്ടത്തെ പോലെയൊക്കെ ഫ്ലെക്സിബിൾ അല്ല, പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ച അത്രയും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യമൊക്കെ എനിക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. യെസ്, കുറച്ചും കൂടെയൊക്കെ ഫ്ലെക്സിബിളായി പ്രാക്ടീസൊക്കെ ചെയ്താൽ കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റും തോന്നുന്നു. എന്നാലും അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു. പിന്നെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും നല്ല പ്രൊഫഷണലായിട്ട് ഡാൻസ് കളിക്കുന്ന പിള്ളേരാട്ടോ. സോ പക്ഷേ ഇതിൻ്റെ ഒന്നും പാട്ട് ഇടാൻ പറ്റുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. ഇത് ഏതാ പാട്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം പ്ലീസ്. നമ്മൾ ഇവൻ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് കൗണ്ടറിലേക്ക് പോയി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്നാക്സും ഫ്രഷ് ജ്യൂസും എല്ലാം തരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവൾക്ക് ജ്യൂസ് മാത്രമായിരുന്നു. അവൾക്ക് ജ്യൂസിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ 2-3 തവണ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ ദാഹം ഉണ്ടല്ലോ, പിള്ളേർ ഓടിക്കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട്
തേഴ്സ്റ്റിയാണ് ആഫ്റ്റർ ദാറ്റ് ഇങ്ങനെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. ഇത് സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു സ്കിറ്റാണ്. ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമായെന്ന് ഈ റാസ്കലിന് അറിയില്ലേ? ഒന്ന് വിളിച്ചു നോക്കാം. ഇതൊരു പോത്തിന്റെ ശബ്ദമാണ്. അത് അവന്റെ കോളത്തോണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തേനൊരു ഇത്തിരി വാശിയായി. സോ ഷി വാസ് റിയലി ബോർഡ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഞാൻ എടുക്കണമൊക്കെ ആയി. അതിന് ഞാൻ കുറച്ച് നേരം എടുത്ത് പിടിച്ചു. പിന്നെ സ്കിറ്റും വേറെ അതർ കലാപരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അവൾ അകത്ത് പോയി ചേച്ചീസിൻ്റെ കൂടെയൊക്കെ കളിക്കാൻ തുടങ്ങി. സോ ഐ വാസ് ഓൾസോ ബിഹൈൻഡ് ഹെർ ബിക്കോസ് നമുക്ക് അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഈവൻ ദോ അവൾ എല്ലാ ചേച്ചിമാരും അവളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടെ കളിച്ച് നടക്കുകയാണെങ്കിലും നമ്മളെപ്പോഴും അവളുടെ അടുത്തുണ്ടാവും. സോ യാ, അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു ആക്ച്വലി. നമ്മൾ നാട്ടിൽ വന്നിട്ട് ഫ്ലാറ്റ് അസോസിയേഷൻ്റെ ഒക്കെ ഒരു ഓണപരിപാടി ഇപ്പോഴാണ് കൂടാൻ പറ്റിയത്. ഇറ്റ് വാസ് നൈസ്, വെരി നൈസ്. വി എൻജോയ്ഡ് ഇറ്റ്, വി തറലി എൻജോയ്ഡ് ഇറ്റ്. ഡോണും സാമിയും നേരത്തെ കിടക്കാൻ പോയി. ഞാൻ എല്ലാം കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും കൂടെ ഒന്ന് സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഡാൻസൊക്കെ കളിച്ച് അവസാനമായിട്ടാട്ടോ വന്നത്. സോ വീണ്ടും കാണാം. ബൈ ബൈ.